എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ വർഷത്തിലെ പ്രധാന സീസണുകളിലൊന്നാണ് വിഷു. വേനൽ അവധിക്കാലവും ഈസ്റ്ററും എല്ലാം ചേർന്ന് വരുന്ന സീസണിൽ പ്രധാന റിലീസുകൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് പുതിയതായി ഇറങ്ങുന്ന ചിത്രങ്ങൾ കാണാൻ പ്രേക്ഷകർ കൂട്ടത്തോടെ എത്തുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ ആ സീസണിൽ ആരാണ് വിന്നറായതെന്നറിയാൻ വേണ്ടി സിനിമാ പ്രേക്ഷകർ കൗതുകത്തോടെ കാത്തിരിക്കാറുണ്ട്. ഈ തവണ 3 വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ചിത്രങ്ങളായിരുന്നു ഇത്തവണ വിഷു റിലീസായി മലയാളത്തിൽ നിന്നും എത്തിയത്. ഇപ്പോൾ ഇതാ 6 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടുന്ന ഈ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിന്നും വാരിയെടുത്തിരിക്കുന്നത് 68 കോടിക്ക് മുകളിലാണ്. ആ ഒരു കണക്കാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബേസിൽ ജോസഫ് നായകനായെത്തിയ മരണമാസ് തിയേറ്ററുകളിൽ 6 ദിവസം ഇന്ന് പിന്നിടുകയാണ്. ചിത്രം 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 6,22,00,000 രൂപയായിരുന്നു സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 6ാം ദിവസമായ ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1 കോടിക്ക് മുകളിലായിരുന്നു നേടിയിരുന്നത്. അങ്ങനെ ടോട്ടൽ ചിത്രത്തിന്റെ കേരള കളക്ഷൻ മാത്രം ഇന്നലത്തോടെ, അതായത് 6 ദിവസങ്ങൾ കൊണ്ട് 7,24,00,000 രൂപ ആയിരിക്കുകയാണ്. മരണമാസിന്റെ 7ാം ദിവസമായ ഇന്ന് ട്രാക്കഡ് കളക്ഷനിലൂടെ മാത്രം ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 37,00,000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 7ാം ദിവസം കഴിയാൻ ഒരുങ്ങുമ്പോൾ 12 കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും സ്റ്റൈലിഷ് ചിത്രമായ മമ്മൂക്ക ഡിനോ ഡെന്നിസ് കൂട്ടുകെട്ടിലെത്തിയ ബസൂക്ക 7ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. നിലവിൽ ചിത്രത്തിന്റെ ട്രാക്കഡ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ 23,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 10,50,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ 6ാം ദിവസമായ ഇന്നലെ 73,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ബസൂക്ക 11,23,00,000 രൂപ സ്വന്തമാക്കിയിരുന്നു. ടോട്ടൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ 7 ദിവസങ്ങൾ പിന്നിടാൻ ഒരുങ്ങുമ്പോൾ 23 കോടി ക്ലബിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ആലപ്പുഴ ജിങ്കാനയിലേക്ക് വരുമ്പോൾ നസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രത്തിന്റെ 7ാം ദിവസമായ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റുകൾ പ്രകാരം 1,47,00,000 രൂപ പിന്നിട്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രം ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 15,60,00,000 രൂപയായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ആലപ്പുഴ ജിങ്കാനയുടെ 6ാം ദിവസമായ ഇന്നലെ 2,90,00,000 രൂപയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 18,50,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരുന്നത്. ഇന്നത്തോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 20 കോടി പിന്നിടുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. ടോട്ടൽ ചിത്രത്തിന്റെ കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 33 കോടി രൂപ പിന്നിട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അങ്ങനെ ടോട്ടൽ വിഷു റിലീസായി എത്തിയ 3 ചിത്രങ്ങൾ, ഏപ്രിൽ 10 റിലീസ് ചെയ്യപ്പെട്ട 3 സിനിമകൾ ആഗോള ബോക്സ് ഓഫീസിൽ 6 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ഏകദേശം 65 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വിഷു റിലീസായി എത്തിയ ചിത്രങ്ങൾ ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.